അലങ്കാരം എന്തിന്? താൻ പറയുന്നതിനെ മിനുക്കാൻ മനുഷ്യനുണ്ടാക്കിയ ഭാഷണസൂത്രങ്ങളാണ് സാഹിത്യത്തിലെത്തുമ്പോഴേക്ക് അലങ്കാരങ്ങളായി മാറിയത്. കാലക്രമത്തിൽ ഇവ സവിശേഷ രീതിയിൽ ചിട്ടപ്പെട്ടു. ആലങ്കാരികന്മാർ ഇവയ്ക്ക് ലക്ഷണങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്തു. ദേശവും കാലവും മാറുന്നതിനനുസരിച്ച് കവികൾ ഒരേ അലങ്കാരത്തെ തന്നെ പലതരത്തിൽ പ്രയോഗിക്കാനും കാവ്യചിന്തകന്മാർ അവയ്ക്ക് പിരിവുകൾ കൽപ്പിക്കാനും തുടങ്ങി. ശാസ്ത്രീയമായി അലങ്കാരം ചർച്ച ചെയ്യുന്ന ആദ്യ കൃതി നാട്യശാസ്ത്രമാണല്ലോ. ഇക്കാലമാവുമ്പോഴേക്ക് തന്നെ വിവിധ തരം ഉപമകളും രൂപകങ്ങളും ചർച്ചാ വിഷയമാവുന്നുണ്ട്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് അലങ്കാരം അത് പ്രയോഗിക്കുന്നവരുടെ സൗന്ദര്യബോധമനുസരിച്ച് ഇഷ്ടമനുസരിച്ച് മാറിക്കൊണ്ടിരുന്നു എന്നാണ്. ഇങ്ങനെ ചരിത്രത്തിലൂടെ രൂപപ്പെട്ടു വരുന്ന അലങ്കാരങ്ങൾക്കെല്ലാം ലക്ഷണമുണ്ടാക്കാൻ എളുപ്പമല്ല. പക്ഷെ ലക്ഷണകർത്താക്കന്മാർ കൂടുതൽ സമയം മെനക്കെടുത്തിയത് ഇവയുടെ പിന്നാലെ നടന്നുകൊണ്ടായിരുന്നു. പദ്യത്തിൽ മാത്രമേ അലങ്കാര പ്രയോഗത്തിന് സ്ഥാനമുള്ളൂ എന്ന് കരുതിക്കൂടാ. ഗദ്യമാണ് കവിത്വത്തിൻ്റെ ഉരകല്ലെന്ന് ചിലർ പണ്ടേ പറഞ്ഞിട്ടുണ്ട്. കാവ്യങ്ങളെക്കാൾ ഒട്ടും മോശമായല്ല സഹൃദയർ കാദംബരി, ദശകുമാരചരിതം പോലെയുള്ള രചനകളെ കണ്ടിരുന്നത്. അവയിലും അലങ്കാര പ്രയോഗങ്ങൾ ഉണ്ടാവണമല്ലോ. ഹർഷചരിതത്തിലെ അത്രാന്തരേ കുസുമസമയം ഉപസംഹരൻ അതിർംഭത ഭീഷ്മാഭിധന ഫുല്ലമല്ലികാധവളാട്ടഹാസോ മഹാകാല എന്ന ഒരു ഉദാഹരണം മുൻനിർത്തിയാണ് ആനന്ദവർദ്ധനൻ അലങ്കാരധ്വനിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് എന്നോർക്കുക. പക്ഷേ എന്തുകൊണ്ടോ പിൽക്കാലത്ത് ഭാരതീയ സാഹിത്യ ദർശനത്തിലെ അലങ്കാര ചർച്ച ഏറെക്കുറെ പദ്യരൂപത്തിലുള്ള രചനകളെ മാത്രം അഭിസംബോധന ചെയ്യുന്ന മട്ടായി. സമൂഹത്തിലെ ഉന്നതങ്ങളിൽ ഗദ്യകാരന്മാരെക്കാൾ കവികൾക്ക് മേൽക്കൈ കിട്ടിയതാവാം ഇതിനു കാരണം. സാഹിത്യത്തോളം തന്നെ പോകണമെന്നില്ല. വളരെ സ്വാഭാവികമായ സാമാന്യ സംഭാഷണങ്ങളിലും അലങ്കാരം കണ്ടു എന്ന് വരും. ഉദാഹരണത്തിന്, ഒരു വീട്ടിൽ പ്രസവം നടന്നു എന്ന് കരുതുക. ചിലർ അമ്മയെയും കുഞ്ഞിനെയും കണ്ടു തിരിച്ചു വരുന്നു. അവരോട് അവിടെ പോകാത്ത ഒരാൾ ചോദിക്കുന്ന രണ്ട് ചോദ്യങ്ങൾ കുഞ്ഞ് ആണോ പെണ്ണോ എന്നും കണ്ടാൽ എങ്ങനെയുണ്ട് എന്നുമായിരിക്കും. രണ്ടാമത്തെ ചോദ്യത്തിനോടുള്ള പ്രതികരണങ്ങൾ മിക്കപ്പോഴും ഇങ്ങനെയാവാം: കുഞ്ഞ് അമ്മയെ അല്ലെങ്കിൽ അച്ഛനെ പോലെയുണ്ട്, കുഞ്ഞ് അമ്മ തന്നെ അല്ലെങ്കിൽ അച്ഛൻ തന്നെ. 3, കുഞ്ഞ് അമ്മയെ മുറിച്ച മുറി പോലെ അല്ലെങ്കിൽ അച്ഛനെ മുറിച്ച മുറി പോലെ. അച്ഛനമ്മമാരിൽ ഒരാളെയെങ്കിലും പരിചയമുള്ളവർക്ക് പെട്ടെന്ന് കാര്യം പിടികിട്ടും. ഇതിന് സഹായിക്കുന്നത് ഭാഷണങ്ങളിലെ അലങ്കാരങ്ങളുടെ സാന്നിധ്യമാണ്. ഇതിൽ ആദ്യത്തേത് ഉപമയാണെന്ന് വ്യക്തം, രണ്ടാമത്തേത് രൂപകവും, മൂന്നാമത്തേത് അതിശയോക്തിയും ആണെന്ന് പറയാം. അമ്മയുടെയോ അച്ഛൻ്റെയോ മുഖച്ഛായയുമായി നേർത്ത ഏതോ സാദൃശ്യം കണ്ടവരാണ് ഇങ്ങനെയെല്ലാം പ്രതികരിച്ചത്. പകരം കുഴിഞ്ഞ കണ്ണും പരന്ന താടിയും വലിയ ചെവിയും കൂട്ടുപുരികവും ഇരുനിറവുമുള്ള കുഞ്ഞെന്ന് പറഞ്ഞാൽ കേൾക്കുന്നവർക്ക് കുഞ്ഞിൻ്റെ സ്വരൂപം തെളിഞ്ഞു കിട്ടി എന്ന് വരില്ല. ഗൃഹപ്രവേശം, വിവാഹം തുടങ്ങിയ സന്ദർഭങ്ങളിലും ഇത്തരം ഭാഷണങ്ങൾ പതിവാണ്. കൊട്ടാരം പോലത്തെ വീട്, മഹാലക്ഷ്മിയെപ്പോലൊരു പെണ്ണ്, സ്റ്റേജിലൊരു മഞ്ഞ തിളക്കം, തൃശ്ശൂർ പൂരത്തിൻ്റെ തിരക്ക്, സദ്യ, പൊടിപൂരം തുടങ്ങിയ പ്രതികരണങ്ങൾ നോക്കുക. ഇവയൊന്നും നേരെ ചൊവ്വേ കാര്യം പറയുന്നവയല്ലല്ലോ. ഇനി കായിക മത്സരങ്ങളായാലോ: ഇന്ത്യ ലങ്കയെ തറ പറ്റിച്ചു, ഇന്ത്യ പൊരുതി തോറ്റു, റെക്കോർഡുകൾ നീന്തൽക്കുളത്തിൽ മുങ്ങിത്താഴ്ന്നു, ഡെമ്പോ റെയിൽവേയെ പാളം തെറ്റിച്ചു, ടിൻഡു ട്രാക്കിലെ മിന്നൽ പിണറായി, കേരളം സ്വർണം വാരുന്നു. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് കുറച്ചെങ്കിലും ഒന്ന് മിനുക്കിയാലേ, അലങ്കരിച്ചാലേ പറയുന്നതിന് ശക്തി കിട്ടൂ, വേണ്ട പോലെ ചെവിയിൽ പതിയൂ എന്നാണ്. അലങ്കാരങ്ങളില്ലാതെയും കവിത എഴുതിക്കൂടെ? ആവാം. വള്ളത്തോളിൻ്റെ വാനമേ ഗഗനമേ വ്യോമമേ സുരസിദ്ധസ്ഥാനമേ വിഹായസേ നാഭസേ നമസ്കാരം എന്ന ഈരടി നോക്കുക. ഇവിടെ പ്രത്യേകിച്ച് ഒരലങ്കാരവും പറയാനില്ല. പക്ഷേ ഈ വാക്കുകളുടെ അർത്ഥം അറിയുന്നവർക്ക് സൂക്ഷ്മപാരായണത്തിൽ ആകാശത്തിൻ്റെ വിവിധ ഭാവങ്ങൾ മനസ്സിൽ തെളിഞ്ഞു വരും.
എല്ലാം കൊള്ളയടിക്കപ്പെട്ടവശം നിസ്വചിത്തനായി കിനാവു കണ്ടിരിപ്പൂ ഞാൻ തോണിപ്പുരയിലേഖനായി എന്ന് പി കുഞ്ഞിരാമൻ നായർ എഴുതുമ്പോൾ അവിടെ പ്രകടമായ അലങ്കാരങ്ങളൊന്നുമില്ല. എന്നാലും കാവ്യാസ്വാദന ശീലമുള്ളവർക്ക് ഈ വാക്കുകൾക്കപ്പുറത്ത് ചില അർത്ഥങ്ങൾ തെളിഞ്ഞു വരുന്നതായി തോന്നും. എല്ലാം കൊള്ളയടിക്കപ്പെട്ടവൻ അതിൻ്റെ ആഘാതത്തിലും നഷ്ടബോധത്തിൻ്റെ പടുകുഴിയിലുമായിരിക്കും. അങ്ങനെ ഇരിക്കുന്നവന് കിനാവ് കാണാൻ കഴിയുമോ? സംശയമാണ്. ഇവിടെ കൊള്ളക്കാർ കൊണ്ടുപോയത് വക്താവിൻ്റെ ഭൗതിക സ്വത്തുക്കളല്ല, പിന്നെയോ മനസ്സിലുണ്ടായിരുന്നതെല്ലാമാണ്, സംസ്കാരത്തിൻ്റെ ഈടുവെപ്പുകളാണ്. നിസ്വചിത്തനായി എന്ന പ്രയോഗം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ കൊള്ളക്കാർ നിത്യവ്യവഹാരത്തിൽ പറയുന്ന കൊള്ളക്കാരല്ല എന്ന് വ്യക്തമായല്ലോ. പിൽക്കാല കവിത കൂടുതൽ ഗദ്യാത്മകമാവുകയാണ്. അപ്പോൾ അലങ്കാരങ്ങളുടെ സ്വഭാവവും മാറും. അവ ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാൻ പറ്റിയില്ലെന്ന് വരും. അടുക്കളയിലെ തേഞ്ഞുതീരുന്ന വീട്ടുപകരണമാണ് ഞാൻ എന്ന് സാവിത്രി രാജീവനോ, ഇല്ലാത്തവയുടെ മുഴുവൻ കനം ഉള്ളവ പേറണമെന്ന് ഒരു വിളംബരം ഇതിലെ കടന്നുപോയി എന്ന് പി രാമനോ എഴുതുമ്പോൾ ഇവിടെ പ്രത്യേകിച്ച് അലങ്കാരങ്ങളൊന്നും പറയാനില്ല. ആദ്യത്തേതിൽ അഭേദകൽപ്പനയാണെന്നും അതുകൊണ്ട് രൂപകമാണെന്നും വേണമെങ്കിൽ പറഞ്ഞു നിൽക്കാം. രണ്ടാമത്തേതിലോ പലപ്പോഴും കവിതകളിൽ അലങ്കാരങ്ങൾ സുസാധ്യമല്ലാതെ വരും എന്നാണ് ഇതിനർത്ഥം. എന്നുവെച്ച് അലങ്കാരങ്ങളെ വേണ്ട എന്ന് തീരുമാനിക്കേണ്ടതുണ്ടോ? ഇല്ലെന്നാണ് ഉത്തരം. ഉള്ളത് അതേപടി പറയുന്നത് കാവ്യമല്ലെന്ന് കാവ്യാലങ്കാരത്തിൽ ഭാമഹൻ നടത്തുന്ന വിമർശനം ശ്രദ്ധിക്കുക. സൂര്യൻ അസ്തമിക്കുന്നു, ചന്ദ്രൻ പ്രകാശിക്കുന്നു, പക്ഷികൾ ചേക്കേറാൻ പോകുന്നു എന്നൊക്കെ പറയുന്നത് എന്ത് കാവ്യമാണ്? ഈ വകയെ വാർത്ത എന്നാണ് പറയുക. എന്തു പറയുന്നു എന്നതിനേക്കാൾ എങ്ങനെ പറയുന്നു എന്നതാണ് പ്രധാനം. അപ്പോൾ പറയുന്നത് എന്തായാലും കേൾക്കുന്നവന് വ്യക്തവും ഹൃദ്യവുമാവണം. അധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ ഇടിവെട്ടിയിടും വണ്ണം വിൽമുറിഞ്ഞൊച്ച കേട്ടു നടുങ്ങി രാജാക്കന്മാരുരകങ്ങളെപ്പോലെ എന്ന ഭാഗം നോക്കുക. വിൽമുറിഞ്ഞൊച്ച കേട്ട് രാജാക്കന്മാർ നടുങ്ങി എന്ന് പറഞ്ഞാൽ പോരാ. ഇടികെട്ട സർപ്പങ്ങളെപ്പോലെ എന്ന് തന്നെ പറഞ്ഞാലേ പറ്റൂ. എന്നാലേ അവർക്കുണ്ടായ ആഘാതത്തിൻ്റെ തോത് കേൾക്കുന്നവർക്ക് മനസ്സിലാവൂ. അതുപോലെ വാമൊഴി വഴക്കത്തിലും ഈ മിനുക്കൽ കാണാം. പൂമാതൈ പൊന്നമ്മയുടെ പാട്ടിൻ്റെ മാധുര്യത്തെപ്പറ്റി പറയുമ്പോൾ ചൂളപ്പനന്തത്ത കൂവും പോലെ എന്നാണ് കവി പറയുന്നത്. മറിച്ച് കേൾക്കാൻ എന്തൊരു സുഖം എന്ന് പറഞ്ഞാലോ ആ ശ്രവ്യസുഖത്തിൻ്റെ അളവ് മനസ്സിലാവില്ല. കവി ഉപയോഗിക്കുന്നത് സമൂഹത്തിൽ മറ്റുള്ളവരും ഉപയോഗിക്കുന്ന ഭാഷ തന്നെയാണ്. ചിരപരിചയം കാരണം അതിൻ്റെ സൂക്ഷ്മതകൾ നമ്മുടെ ശ്രദ്ധയിൽ പെട്ടില്ലെന്ന് വരും. അപ്പോൾ അതിനെ ഒന്ന് പാകപ്പെടുത്തിയെടുക്കണം. ഇതിനുള്ള പല വഴികളിലൊന്ന് ഭാഷയെ അല്ലെങ്കിൽ ഭാഷണത്തെ അലങ്കരിക്കലാണ്. അങ്ങനെ നോക്കുമ്പോൾ അലങ്കാരങ്ങളുടെ ഉറവിടങ്ങൾ രണ്ടാണ്: അനുഭവം, ആർജിതജ്ഞാനം. ഒന്നാം തരം അലങ്കാരങ്ങൾ പിറക്കുന്നത് അനുഭവങ്ങളിൽ നിന്നാണ്. തൻ്റെ നായികയുടെ സ്വരമാധുര്യത്തെപ്പറ്റി ഒരു കവി ചൂളപ്പനന്തത്ത കൂവും പോലെ എന്ന് പറയുമ്പോൾ കേൾക്കുന്നവർക്ക് മനസ്സിലാവും. മറിച്ച് അരയന്നത്തിൻ്റെ നാദം പോലെ എന്ന് പറഞ്ഞാലോ രണ്ടും പക്ഷിവർഗം തന്നെ. പക്ഷെ അരയന്നത്തിൻ്റെ ശബ്ദം കേട്ട് പരിചയമില്ലാത്തവർക്ക് കാര്യം മനസ്സിലാവില്ല. നായികയുടെ കണ്ണിൻ്റെ സൗന്ദര്യം സൂചിപ്പിക്കാൻ നീലത്താമര ഇതള് പോലത്തെ കണ്ണോട് കൂടിയവളെ എന്ന് വിളിക്കുന്നതിന് പകരം കരിമീൻ കണ്ണാളെ എന്ന് വിളിച്ചാൽ പോരെ. ആർജിതജ്ഞാനം എന്നാൽ വ്യുൽപ്പത്തി തന്നെ. കാവ്യത്തിൽ ഉപയുക്തമാക്കാൻ പോന്ന ചില സങ്കല്പങ്ങളെന്നോ ജ്ഞാനരൂപങ്ങളെന്നോ വിളിക്കാം. മുൻകാല രചനകളുമായുള്ള പരിചയത്തിൽ നിന്ന് ലഭിക്കുന്നതും കാവ്യരചന അഭ്യാസം കൊണ്ട് മിനുക്കിയെടുക്കുന്നതുമാണ് ഇത്. എന്താണ് ഇങ്ങനെ മിനുക്കി പറയുന്നതിൻ്റെ അടിസ്ഥാന തത്വം? എങ്ങനെയാണിത് സാധ്യമാവുക? അതും ആചാര്യന്മാർ പരിശോധിച്ചിട്ടുണ്ട്. വക്രോക്തിയാണ് എല്ലാ അലങ്കാരങ്ങളുടെയും മൂലകാരണമെന്ന് ഭാമഹൻ കരുതുന്നു. വക്രോക്തി കൊണ്ടത്രേ അർത്ഥം വിഭാവനം ചെയ്യപ്പെടുന്നത്. ഇതില്ലാതെ എന്ത് അലങ്കാരമാണുള്ളതെന്ന് അദ്ദേഹം ചോദിക്കുന്നു. അതുകൊണ്ട് കവികൾ ഇതിനായി പ്രയത്നിക്കണം എന്നാണ് ആചാര്യമതം. എന്താണ് വക്രോക്തി? മറ്റൊന്നുമല്ല, അതിപ്രസിദ്ധമായ അതിശയോക്തി തന്നെ. ഭാമഹൻ്റെ പിന്നാലെ വന്ന ദണ്ഡി, രുദ്രടൻ തുടങ്ങിയവർ ഇക്കാര്യം ഉറപ്പിച്ചു പറയുന്നുമുണ്ട്. ചൊല്ല് ഉള്ളതിൽ കവിഞ്ഞുള്ളതെല്ലാം അതിശയോക്തിയാം, തെല്ലിതിന് സ്പർശമില്ലാതെ ഇല്ല അലങ്കാരമൊന്നുമേ എന്ന ഭൂഷണകാരിക രുദ്രടൻ്റെ ചർച്ചയിൽ നിന്നാണ് പ്രചോദനം ഉൾക്കൊള്ളുന്നത്.
അതിശയോക്തിയുടെ സർവ്വവ്യാപകത്വം ആചാര്യന്മാർ പൊതുവെ അംഗീകരിച്ചിരിക്കുന്നു എന്നാണ് ഇതിനർത്ഥം. അതായത് ഉള്ളത് നേരെ പറയുന്നതല്ല, തെല്ലൊന്ന് മിനുക്കി പെരുപ്പിച്ച് പറയുന്നതാണ് ആകർഷകം എന്ന് വരുന്നു. ഉള്ളതിൽ കവിഞ്ഞ ഈ ചൊല്ല് എങ്ങനെയാണ് അലങ്കാരങ്ങളിൽ കടന്നു കയറുക എന്നൊന്ന് നോക്കാം. സാമാന്യമായി പറഞ്ഞാൽ ഒരു വൈശിഷ്ട്യത്തിൻ്റെ വിപുലീകരണമാണ്, എക്സാജറേഷൻ ആണ് അതിശയോക്തിയിൽ സംഭവിക്കുന്നത്. നായകൻ്റെ നാടിൻ്റെ ഐശ്വര്യം നായകൻ്റെ ആവാം, നാടിൻ്റെ ആവാം. ഇത് കവി വിപുലീകരിക്കുമ്പോൾ അത് ഉദാത്ത അലങ്കാരത്തിലാണ് ചെന്നെത്തുക. ഉണ്ണുനീര് സന്ദേശത്തിൽ കൊല്ലം നഗരത്തിൻ്റെ സമൃദ്ധിയെപ്പറ്റി പറയുമ്പോൾ വിഷ്ണുവും ഇന്ദ്രനും രക്ഷിച്ച് നാൾക്കുനാൾ വർദ്ധിക്കുന്ന സ്വർഗത്തിന് സമാനമാണ് എന്നാണ് പറയുന്നത്. സ്വർഗമാണല്ലോ ഐശ്വര്യത്തിൻ്റെ അങ്ങേത്തല. ഇനി ഒന്നിന് മറ്റൊന്നിനോട് ഐകരൂപ്യം പറയണമെങ്കിൽ അതും ഏറെ വിപുലീകരിച്ച് പെരുപ്പിച്ച് പറയണമെങ്കിൽ അത് രൂപകം എന്ന അലങ്കാരത്തിലെത്തും. സംസാരമാം സാഗരം എന്നാവുമ്പോൾ പിന്നെ രണ്ടും രണ്ടല്ലല്ലോ. വിരുദ്ധങ്ങളെ ചേർത്ത് വയ്ക്കുക, ഒരു തരത്തിലും പൊരുത്തപ്പെടാത്ത രണ്ടെണ്ണത്തെ ചേർത്ത് ആ വൈരുദ്ധ്യത്തെ വിപുലീകരിച്ച് കാണിക്കുമ്പോഴാണ് വിഷമം എന്ന അലങ്കാരമാവുന്നത്. ഒന്നിന് തുല്യമായിട്ട് മറ്റൊന്നുമില്ല എന്ന മട്ടിൽ വിപുലീകരിക്കുമ്പോൾ, സാദൃശ്യമില്ലായ്മയെ വിപുലീകരിക്കുമ്പോൾ അനുന്വയം എന്ന അലങ്കാരമായിട്ട് മാറുന്നു. വ്യത്യാസങ്ങളെ വിപുലീകരിച്ച് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നതാണ് വ്യതിരേകം എന്ന അലങ്കാരം. ഒന്നിനെ പലതാക്കലാണ് ഉല്ലേഖം. ഇങ്ങനെ പല അലങ്കാരങ്ങളിലും ആഖ്യാനത്തിൻ്റെ കേന്ദ്രത്തെ, അത് വർണ്ണവസ്തുവോ പ്രതിഭാസമോ വൈശിഷ്ട്യമോ എന്തു വേണമെങ്കിലാവാം, വിപുലപ്പെടുത്തിക്കൊണ്ടാണ് അതിശയോക്തി പ്രവർത്തിക്കുന്നത്. ഉപമയാകുന്ന നർത്തകി വിവിധ വേഷങ്ങളിൽ നടത്തുന്ന സുന്ദര നടനമാണ് കാവ്യത്തിൽ കാണുന്നത് എന്നാണല്ലോ അപ്പയ്യ ദീക്ഷിതരുടെ ദർശനം. ആ വരികൾക്കിടയിൽ നോക്കിയാൽ എങ്ങനെയാണ് അതിശയോക്തിയുടെ പടർന്നു കയറൽ ഉപമയെ മറ്റ് അലങ്കാരങ്ങളിലേക്ക് പരിവർത്തിപ്പിക്കുന്നത് എന്ന് മനസ്സിലാവും. അത് നമുക്ക് അല്പം കഴിഞ്ഞ് പറയാം. വർണ്ണനകളെ നിറം പിടിപ്പിക്കാൻ വേണ്ടി കവികൾ ആശ്രയിക്കുന്ന ചില സങ്കേതങ്ങളുണ്ട്. ഇവയെ രാജശേഖരൻ കവിസമയം എന്ന് വിളിക്കുന്നു. ഏതേത് വർണ്ണങ്ങൾക്ക് യോജിച്ച ഉപമാനങ്ങളേത്, ഏതേത് വർണ്ണങ്ങൾക്ക് യോജിച്ച ഉപമാനങ്ങളേത്, ഏതേത് വർണ്ണിക്കുമ്പോൾ എന്തൊക്കെ വർണ്ണിക്കണം എന്നെല്ലാം ഇതനുസരിച്ച പൊതുധാരണയുണ്ട്. ഇത് പരമ്പരാഗതമായി കിട്ടുന്നതാണ്. പുരാണങ്ങൾ മുതൽ നാടോടി വാങ്മയങ്ങൾ വരെ ഇത്തരത്തിലുള്ള സങ്കല്പങ്ങളെ രൂപപ്പെടുത്തുവാൻ വഴിവെക്കും. കവികൾ മുൻഗാമികളുടെ രചനകൾ ധാരാളമായി പരിചയപ്പെടണമെന്ന് കവിശിക്ഷാകാരന്മാർ പറയുന്നത് ഈ മുന്നൊരുക്കുകൾ കൈവശപ്പെടുത്തുന്നതിനാണ്. ഇതിലേക്ക് ചിലപ്പോൾ കാലികമായ ചില കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടായേക്കാം എന്ന് മാത്രം. ചില കവിസമയങ്ങൾ എങ്ങനെയാണ് അലങ്കാരങ്ങളിലേക്ക് സ്വീകരിക്കുന്നത് എന്ന് നോക്കാം. രാത്രിയായാൽ ചക്രവാകങ്ങൾ ഇണപിരിഞ്ഞു ദുഃഖിക്കും. ഈ കവിസമയമാണ് കോകസ്ത്രീ വിരഹത്തീൻ പുകയല്ലോ തമസിത് എന്ന ഉൽപ്രേക്ഷയായിട്ട് മാറുന്നത്. ചന്ദനവും ചന്ദ്രനും വിരഹത്തിൽ പൊള്ളിക്കും. ഈ ആശയമാണ് ഹന്ത ചന്ദ്രമുഖിക്കുന്ന് ചിന്തിയായത് ചന്ദനം എന്ന് അലങ്കാരമായിട്ട് മാറുന്നത്, വിരോധാഭാസം എന്ന അലങ്കാരമായിട്ട് മാറുന്നത്. വല്ലികളും വൃക്ഷങ്ങളും ദമ്പതിമാരാണ്. ഈ ആശയത്തിൽ നിന്നാണ് ശാഖാഭുജം നീട്ടി ലതാവധുക്കൾ പുണർന്നുപോൽ വൃക്ഷമണാളരെയും എന്ന കാളിദാസ ശ്ലോകം വരുന്നത്. ഭാഷാകുമാര സംഭവത്തിലെ വിവർത്തിത ശ്ലോകത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇതുപോലെ പലതും കവികൾ പറയും. ദേവന്മാരുടെ വാസസ്ഥാനമാണ് മേരു, മേരുപർവ്വതം സ്വർണ്ണമയമാണ്, ശിവൻ്റെ ആഭരണമാണ് പാമ്പ്, കാറ്റാണ് പാമ്പിൻ്റെ ആഹാരം. ഇതൊന്നും ശാസ്ത്രീയമല്ല, വാസ്തവവുമല്ല, അലൗകികം എന്ന് ആണ്, അശാസ്ത്രീയം എന്നാണ് രാജശേഖരൻ ഇവയെ വിവരിക്കുന്നത്. പക്ഷെ കവി മനസ്സ് ഇവയുടെ സൗന്ദര്യാത്മകതയിലാണ് ശ്രദ്ധിക്കുക. അതുപോലെ സ്ത്രീ സൗന്ദര്യം വ്യഞ്ജിപ്പിക്കാനും ചില സങ്കേതങ്ങൾ നൂറ്റാണ്ടുകളായി ഉപയോഗിച്ചു വരുന്നുണ്ട്. കഥാപാത്രം സുന്ദരിയാണെങ്കിൽ ശബ്ദം തേൻ, അമൃതം എന്നിവയെപ്പോലെ ഹൃദ്യമായിരിക്കും എന്ന് പറയും. അല്ലെങ്കിൽ വീണ, വേണു,
കുയിൽ, ഹംസം ഇവയിലേതിൻ്റെങ്കിലും നാദം പോലെയായിരിക്കും എന്ന് പറയും. മൂക്കിനെ കിളിച്ചുണ്ട്, എള്ളിൻപൂവ് ഇവയിലൊന്നിനോട് താരതമ്യം ചെയ്യും. സുന്ദരിയാണെങ്കിൽ പല്ലുകൾ മുത്തിനെ വെല്ലണം എന്നാണ് പറയുക. ഇങ്ങനെ പലതും കവികൾ പറയും. ഓർത്തു പോന്നത് ഈ നേർത്ത വസനമോ താർത്തേൻ വാണിതൻ പാണിഗ്രഹണമോ എന്ന നളചരിതം 3-ാം ദിവസത്തിലെ ബാഹുകവാക്യം ശ്രദ്ധിക്കുക. താർത്തേൻ വാണി എന്നാണ് ദമയന്തിയെ കുറിക്കാൻ ഉപയോഗിക്കുന്നത്. വിഷ്ണുമായ വർണ്ണനയിൽ ദേവിയുടെ മൂക്കിനെ പൈങ്കിളിച്ചുണ്ടായിട്ടാണ് കൽപ്പിച്ചിരിക്കുന്നത്. ചൊരിവായൊരു ചെന്തൊണ്ടി തൻകനി ചരത്തു കണ്ടതു കൊത്തുവാനായി മെല്ലവേ ചെല്ലുന്ന പൈങ്കിളിച്ചുണ്ടെന്ന് ചൊല്ലുവാൻ തോന്നുമന്നാസ കണ്ടാൽ. സാഹിത്യത്തിൻ്റെ ലിഖിത പാരമ്പര്യത്തിൽ മാത്രമല്ല നാടോഴി വഴക്കങ്ങളിലുമുണ്ട് ഒരുതരം കവിസമയങ്ങൾ. കൂരിരുൾക്കൊത്ത മുടിയഴക്, പഞ്ചമി ചന്ദ്രനോടൊത്ത നെറ്റി, ശംഖുകടഞ്ഞ കഴുത്തഴക്, ആലിലയ്ക്കൊത്തോരണിവയറ് എന്ന് ആരോമൽ ചെവകരെ വർണ്ണിക്കുന്ന പ്രകരണം കാണാം. ഇതിലെ കരുക്കൾ തന്നെ ഉപയോഗിച്ച് നായികമാരെയും കവികൾ വർണ്ണിച്ചു എന്ന് വരും. ഇനി നമുക്ക് അലങ്കാരത്തിൻ്റെ ഘടനയെക്കുറിച്ചൊരു ചെറിയ ആലോചന നടത്താം. 3 ഘടകങ്ങളാണ് സാമാന്യമായിട്ട് അതിലുണ്ടാവുക. ഒന്ന്, അലങ്കരിക്കപ്പെടുന്ന വർണ്ണ്യം. നായകനാവാം, നായികയാവാം, പരാമൃഷ്ടദേശമാവാം, ചിലപ്പോൾ പ്രതിനായകനും ആവാം. 2, അലങ്കരണ പ്രക്രിയ. ഇത് കവിയുടെ ആഖ്യാനമാണ്. ആഖ്യാനത്തിലൂടെയാണ് അലങ്കരിക്കുന്നത്. 3, അലങ്കരണോപാധി. മുഖ്യമായിട്ടും ആ വർണ്ണ്യം തന്നെ. പ്രയോഗവേളകളിൽ ഇതിലുണ്ടാവുന്ന വ്യത്യാസങ്ങളാണ് അലങ്കാര വൈവിധ്യത്തിന് കാരണം. ഇത് വർണ്ണ്യത്തിൻ്റെ മേന്മ, പ്രസക്തി ആഖ്യാനത്തിൽ കവിക്ക് സ്ഥാപിച്ചെടുക്കേണ്ട ഒന്നാണ്. എന്നുവെച്ചാൽ കവിക്ക് പറയാനുള്ളത് വർണ്ണ്യത്തെ പറ്റിയാണ്. വർണ്ണ്യത്തെ മുന്നോട്ട് കയറ്റി നിർത്താനുള്ള പശ്ചാത്തലമാണ് അവർണ്ണ്യം. അതുമായുള്ള തരതമ വിവേചനത്തിലെ വർണ്ണ്യത്തിൻ്റെ വൈശിഷ്ട്യം വ്യക്തമാവൂ. വർണ്ണ്യത്തെയും അവർണ്യത്തെയും ബന്ധവൈസാദൃശ്യങ്ങളിൽ ക്രമീകരിക്കുമ്പോൾ അലങ്കാരമായി. മേൽപ്പറഞ്ഞ വർണ്യാവർണ്യ ബന്ധത്തിൽ വർണ്ണ്യവും അവർണ്യവും സാന്നിധ്യവും പ്രസൻസ്, അസാന്നിധ്യവും ആബ്സെൻസ് ആയി വർത്തിക്കുന്ന സന്ദർഭങ്ങളുണ്ടാവും. ഉദാഹരണത്തിന് വർണ്യാവർണ്യങ്ങൾ രണ്ടുമുണ്ട്, മാനവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിൻമുഖം എന്ന ഉപമയിൽ ചന്ദ്രനുമുണ്ട്, മാനവേന്ദ്രൻ്റെ മുഖവുമുണ്ട്. രൂപകത്തിലും സാന്നിധ്യങ്ങൾ ശക്തമാണ്. എന്നാൽ രൂപകാതിശയോക്തിയായാലോ അവിടെ അസാന്നിധ്യമാണ് ചമൽക്കാരകാരകം. സരോജയുഗളം ശരം ചൊരിയുമ്പോൾ അവിടെ സാന്നിധ്യമാക്കാമായിരുന്ന മിഴികളും നോട്ടങ്ങളും ആഖ്യാനത്തിൻ്റെ ഉള്ളടരുകളിൽ എവിടെയോ പതുങ്ങി നിൽക്കുകയാണ്. ഇനി അസാന്നിധ്യത്തിൻ്റെ പ്രാധാന്യം അങ്ങേ അറ്റത്തെത്തുമ്പോൾ അത് അപ്രസ്തുത പ്രശംസയാവും. വക്താവിന് പറയേണ്ടത് ഒരു സ്വസ്ഥതയുമില്ലാത്ത ജീവിതം എന്നാണ്. എന്നാൽ പറഞ്ഞതോ സ്വൈരം മൃഗങ്ങൾ വാഴുന്നു പരാരാധനമെന്നിയേ എന്നും. ഇതിൻ്റെ ഏതാണ്ട് മധ്യത്തിലാണ് അവനുതിയുടെ സ്ഥാനം. തിങ്കളല്ലിത് വിൺ ഗംഗാ പങ്കജം വികസിച്ചത് എന്ന് കവി മനോഹരമായ കള്ളം പറയുമ്പോൾ തിങ്കൾ സാന്നിധ്യമായി അവിടെയുണ്ട്. എന്നാൽ അസാന്നിധ്യത്തിനാണ് മുൻതൂക്കം എന്നു മാത്രം. ഭരതന് മുൻപേ തന്നെ അലങ്കാരങ്ങൾ ചിന്താവിഷയമായിട്ടുണ്ടല്ലോ. ഭരതൻ 4 അലങ്കാരങ്ങളും അവയുടെ ഉപവിഭാഗങ്ങളുമേ ചർച്ച ചെയ്തിട്ടുള്ളൂ. അപ്പയ്യദീക്ഷിതരിലേക്ക് എത്തുമ്പോഴേക്കും അത് 100 കടന്നു. ഒട്ടേറെ അലങ്കാരങ്ങൾ പിൽക്കാലത്തുണ്ടായ കവി പരമ്പരകൾ കൂട്ടിച്ചേർത്തതാവണം. പുതിയവയുടെ ഉദയം മാത്രമല്ല, ചിലവ കാലാന്തരത്തിൽ പരിണാമങ്ങൾക്ക് വിധേയമാവുകയും ചേർക്കലുകൾക്ക് വഴിപ്പെടുകയും ചെയ്യുന്നുമുണ്ടാവണം. ഈ സംശയം ഉദിക്കുന്നത് ഉദാത്ത അലങ്കാര ലക്ഷണം കാണുമ്പോഴാണ്. പുരാവൃത്ത പരാമർശം ഉദാത്തം ശ്രീസമൃദ്ധിയും എന്നാണല്ലോ ലക്ഷണം. പുരാവൃത്ത കഥനം ആദിമകാലം മുതലേ സമൂഹങ്ങൾ ആശയവിനിമയത്തിനും പുതുതലമുറയുടെ വ്യക്തിത്വ വികാസത്തിനും ഉപയോഗിച്ചു പോകുന്നതാണ്. ഒരു സോഷ്യലൈസേഷൻ ടൂൾ എന്ന മട്ടിൽ. ആ നിലയ്ക്ക് പുരാവൃത്തങ്ങൾക്ക് ആദിബിംബപരമായ ഒരു തലം കൂടിയുണ്ട് എന്ന് പറയണം. അതിലേക്ക് സാമ്പത്തിക ശേഷി, സാമൂഹിക പദവിയുടെ അളവുകോലാവുന്ന പിൽക്കാലത്ത് കടന്നു വന്നതാവണം ശ്രീയും സമൃദ്ധിയും എന്ന് കരുതുകയല്ലേ ന്യായം. ഉപമയെക്കുറിച്ച് ചില കാര്യങ്ങൾ കൂടി പറഞ്ഞ് നമുക്ക് ഈ പ്രകരണം അവസാനിപ്പിക്കാം.
ഒന്നിനൊന്നോട് സാദൃശ്യം ചൊന്നാലാണല്ലോ ഉപമ. സദൃശതയാണ് ഈ അലങ്കാരത്തിൻ്റെ കാതൽ. അതുകൊണ്ട് ഉപമയിൽ മുന്നിട്ട് നിൽക്കുന്നത് ദൃശ്യപരത എന്ന ഘടകമാണ്. ഉപമ കണ്ടറിയാനുള്ളതാണ്, ആലോചിച്ചും അന്വേഷിച്ചും അറിയാനുള്ളതല്ല. അതുകൊണ്ട് തന്നെ ഇല്ലാത്ത വസ്തുക്കളെ ഉപമാനങ്ങളാക്കി ഉപയോഗിച്ചുകൂടാ. ഇല്ലാത്തതിനെ ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ലല്ലോ. ഇല്ലാത്തത് എന്ന് പറയുമ്പോൾ യഥാർത്ഥ ലോകത്തില്ല ഇല്ലാത്തതാണോ ഉള്ളതാണോ എന്ന ചർച്ചയ്ക്ക് പ്രസക്തിയില്ല. കാവ്യലോകത്ത് സാധ്യമായത് എന്ന് കണക്കാക്കേണ്ട കാര്യമുള്ളൂ. സാദൃശ്യം കുറയുമ്പോൾ ഉപമാനോപമേയങ്ങൾ തമ്മിലുള്ള പൊരുത്തത്തിൽ വ്യത്യാസം വരും. ന്യൂനം, അധികം തുടങ്ങിയ ദോഷങ്ങൾ അലങ്കാരത്തെ ബാധിക്കുകയും ചെയ്യും. 4 ഘടകങ്ങളുണ്ടല്ലോ പൂർണ്ണോപമയിൽ: ഉപമേയം, ഉപമാനം, സാധാരണധർമ്മം, ഉപമാവാചകം. മന്നവേന്ദ്ര വിളങ്ങുന്നു. ഇവിടെ മന്നവനാണ് ഉപമേയം. കാരണം കവിക്ക് പറയേണ്ടത് മന്നവേന്ദ്രനെ പറ്റിയാണ്. ചന്ദ്രനെ പറ്റി പറഞ്ഞിട്ട് എന്ത് കിട്ടാൻ? ഉപമിക്കുന്നത് ചന്ദ്രനോടായതുകൊണ്ട് ചന്ദ്രൻ ഉപമാനം. രണ്ടുപേർക്കും പൊതുവായ ഘടകം തിളക്കം. അതുകൊണ്ട് വിളങ്ങുന്നു എന്ന് പറയും. ഇതാണ് സാധാരണധർമ്മം. പോലെ എന്ന ഉപമാവാചകവും നിൽക്കുന്നു. ഇവിടെ ചന്ദ്രനെ മുൻനിർത്തി മന്നവൻ്റെ മുഖസൗന്ദര്യം എത്രയുണ്ടെന്ന് വിവരിക്കാൻ ശ്രമിക്കുകയാണ് കവി. ഇവിടെ ചന്ദ്രനില്ലെങ്കിൽ ഇത് വ്യക്തമാവില്ല. അതുകൊണ്ട് ഉപമയിൽ ഉപമാനത്തെ നമുക്കൊരു അളവ് മാത്രമായി സങ്കല്പിക്കാം. മാനം എന്ന് പറഞ്ഞാൽ അളവാണല്ലോ. ഇതുപയോഗിച്ച് ഉപമേയത്തിൻ്റെ സൗന്ദര്യത്തെ, വൈശിഷ്ട്യത്തെ കവി അളന്നു നോക്കുകയാണെന്ന് പറയാം. അളവ് മാത്രവും കവിഞ്ഞ് ഗുണഗണങ്ങൾ പ്രവഹിക്കുന്നു എന്നിടത്തെത്തുമ്പോൾ അവിടെ അതിശയോക്തി സ്പർശം കൂടുകയും ഉപമ മറ്റലങ്കാരങ്ങളിലേക്ക് പരിണമിക്കുകയും ചെയ്യുന്നു. എങ്ങനെയെന്ന് നോക്കാം. മുഖം ചന്ദ്രനെ പോലെ ഉപമ. മുഖചന്ദ്രൻ രൂപകം. ഇപ്പോൾ കുറേ കൂടി അതിശയോക്തി കൂടിയിരിക്കുകയാണ്. ചന്ദ്രനെ കണ്ടപ്പോൾ നിൻ്റെ മുഖം ഓർമ്മ വന്നു. സ്മൃതിമാൻ. മുഖമോ ചന്ദ്രനോ? സന്ദേഹം. മുഖം കണ്ട് ചന്ദ്രനാണെന്ന് കരുതി ഭ്രാന്തിമാൻ. ഇത് മുഖമല്ല, ഉദയചന്ദ്രനാണ്. അപന്നുതി. ഇതൊരു ദ്വിതീയ ചന്ദ്രനാണ്. അതിശയോക്തി. ഇത് കളങ്കമില്ലാത്ത ചന്ദ്രനാണ്. വ്യതിരേകം. ഈ മുഖത്തിന് സമം ഈ മുഖം മാത്രം. അനന്വയം. ഇതനുസരിച്ച് ഉപമയിൽ തുടങ്ങി അനന്വയത്തിലും വ്യതിരേകത്തിലും അവസാനിക്കുന്ന ഒരു അലങ്കാരക്രമം, ഓർഡർ ഓഫ് അലങ്കാരാസ് സങ്കല്പിക്കാം. സാദൃശ്യമുണ്ടെന്ന് പറയുന്ന ഉപമ ഒരറ്റത്തും സാദൃശ്യം സാധ്യമല്ല എന്ന് പറയുന്ന അനന്വയം മറ്റേ അറ്റത്തും വരുന്ന രീതിയിൽ അലങ്കാരങ്ങളെ ഒരു ശൃംഖലയോ തുടർച്ചയോ ആയി വിന്യസിക്കാം. ഉപമാനോപമേയ ബന്ധത്തെക്കുറിച്ചും 1-2 കാര്യങ്ങൾ പറയേണ്ടതുണ്ടെന്ന് തോന്നുന്നു. ഇവ തമ്മിൽ പൊരുത്തമില്ലെങ്കിൽ ഉപമിക്കുന്നതുകൊണ്ട് ഫലമുണ്ടാവില്ല. മാധുക്കുട്ടിയുടെ സൗന്ദര്യത്തെപ്പറ്റി പറയുന്ന കവി കുന്നത്ത് കൊന്നയും പൂത്ത പോലെ, വയനാടൻ മഞ്ഞൾ മുറിച്ച പോലെ എന്ന് പറഞ്ഞാൽ കേൾക്കുന്നവർക്ക് മനസ്സിലാവും. കാരണം പൂത്ത കൊന്നയും വയനാടൻ മഞ്ഞളും അവർക്കറിയാം. എന്നാൽ തോട്ടത്തിൽ ഹൈഡ്രാഞ്ചിയ പൂത്ത പോലെ, ശീമയിലെ മാങ്ങ മുറിച്ച പോലെ എന്നും മറ്റും പറഞ്ഞാൽ എങ്ങനെ മനസ്സിലാവാനാണ്? പൂത്ത ഹൈഡ്രാഞ്ചിയയും ശീമയിലെ മാങ്ങയും കാണാത്തവർക്ക് വല്ല പിടിയും കിട്ടുമോ? ഇവിടെ ഉപമയുടെ ലക്ഷ്യം തന്നെ തെറ്റുന്നു. ആഖ്യാനം അവ്യക്തമാവുകയും ചെയ്യുന്നു. എന്താണ് ഉപമാനോപമേയങ്ങളുടെ പ്രസിദ്ധി? ഇത് 2 തരത്തിലുണ്ട്. ഒന്ന് പൂർവ്വകാല രചനകൾ വഴി പ്രസിദ്ധങ്ങളായവ, 2 നിത്യജീവിതത്തിൽ നിന്ന് വരുന്നവ. ആദ്യത്തേത് കവിയുടെ കാവ്യാനുശീലന പാരമ്പര്യത്തിൻ്റെ ആഴവും പരപ്പും വ്യക്തമാക്കുന്നവയാണ്. 2ാമത്തെ വകുപ്പിൽപ്പെട്ടവ അല്പം കൂടി ശ്രദ്ധ ആവശ്യപ്പെടുന്നു. കാരണം നിത്യാനുഭവങ്ങൾ സാധാരണ മനുഷ്യൻ്റെ ശ്രദ്ധയ്ക്ക് വിഷയീഭവിക്കാറില്ലല്ലോ. ചിരപരിചയ അവജ്ഞ എന്നല്ലേ ആപ്തവാക്യം. അപ്പോൾ അവയെ ചെറുതായൊന്ന് പുതുക്കേണ്ടി വരും. അഥവാ ചിരപരിചയം കൊണ്ടുണ്ടാവുന്ന അലസ പരിഗണനയിൽ നിന്ന് ഒന്ന് മുന്നോട്ട് കയറ്റി നിർത്തേണ്ടി വരും. ഇത് ഒരു തരത്തിലുള്ള പുരക്ഷേപണം, ഫോർഗ്രൗണ്ടിങ് ആണെന്ന് പറയാം. ഉദയനെ കൊണ്ട് തൻ്റെ മകളെ പുടവ കൊടുപ്പിക്കാൻ കവിളിൻ ചത്തോത്ത് മാതയ്യമ്മ തച്ചോളി മാണിക്കോത്തെത്തിയപ്പോൾ ഉദയൻ പറഞ്ഞത് ഇങ്ങനെയാണ്: കാക്കയെപ്പോലെ കറുത്ത ചീരു, എനിക്ക് നീ ചീരുവിനെ വേണ്ടെൻ്റെ ഏട്ട.
കാക്കയെപ്പോലെ എന്ന ഒറ്റ ഉപമാനം കൊണ്ട് തൻ്റെ ഇഷ്ടക്കേട് മുഴുവൻ ഉദയനൻ പുറത്ത് കാട്ടിക്കഴിഞ്ഞു. കാക്കക്കറുപ്പ് എല്ലാവർക്കും പരിചയമുള്ളതാണെങ്കിലും ഇവിടെ അത് സവിശേഷ ശ്രദ്ധ പിടിച്ചുപറ്റുന്നു. മറ്റൊരു കഥയിൽ കോട്ടമല കുങ്കിയമ്മയുടെ രാമായണം വായന കേട്ട് അത്ഭുതപ്പെട്ട പുലിനാട്ടു തമ്പുരാൻ പനങ്കണ്ടൻ തത്ത പറയും പോലെ നാദാപുരം കുഴലൂതും പോലെ നാട്ടുകുയിൽ വിളിക്കും പോലെ എന്നാണ് തൻ്റെ അകമ്പടിക്കാരോട് പറയുന്നത്. പനങ്കിളിയുടെയും തത്തയുടെയും കുയിലിൻ്റെയും ഒക്കെ നാദം ഈ പാട്ടുകൂട്ടായ്മയുടെ സ്ഥിരപരിചയത്തിൽപ്പെട്ടതാണ്. എന്നാൽ അവയെ കുങ്കിയുടെ രാമായണം വായനയുമായി ചേർത്ത് വയ്ക്കുമ്പോൾ അവളുടെ സ്വരമാധുര്യത്തെപ്പറ്റി കേൾവിക്കാർക്ക് പുതിയൊരു അവബോധമുണ്ടാവുന്നു. ഇവിടെ ഒരു കാര്യം കൂടി പറയുന്നത് പ്രസക്തമാണെന്ന് തോന്നുന്നു. അലങ്കാര ചർച്ചകളിൽ പലപാട് ഉപയോഗിക്കുന്ന സാങ്കേതിക പദങ്ങളാണ് വർണ്ണ്യം, പ്രസ്തുതം, അവർണ്യം, അപ്രസ്തുതം. എന്തിനെ പറ്റിയാണോ എഴുത്തുകാരൻ വർണ്ണിക്കുന്നത്, പറയുന്നത്, അതാണ് വർണ്ണ്യം അല്ലെങ്കിൽ പ്രസ്തുതം. എളുപ്പത്തിൽ പറഞ്ഞാൽ ഉപമേയം. മറ്റു രണ്ടെണ്ണമാകട്ടെ ഉപമാനത്തിൻ്റെ സ്ഥാനത്താണ്. അവയുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെടുത്താതെ വർണ്ണ്യത്തിൻ്റെ മെച്ചം കേൾവിക്കാരനെ ബോധ്യപ്പെടുത്താനാവില്ല. പൂർണ്ണോപമയുടെ കാര്യം നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ. ഇതിലെ 4 ഘടകങ്ങളും ചിലപ്പോൾ ഒരുപോലെ കണ്ടുകൊള്ളണമെന്നില്ല. ഇങ്ങനെ അലങ്കാരം പ്രയോഗിക്കുമ്പോൾ ലോപം വരുന്ന, പരോക്ഷമായി തീരുന്ന, അസാന്നിധ്യമായി തീരുന്ന ഘടകം ഉപമയുടെ വ്യഞ്ജകത്വം വർദ്ധിപ്പിക്കും. ഉദാഹരണത്തിന് മുല്ലപ്പൂ പോലുള്ള പൂനിലാവ് എന്ന വാക്യത്തിൽ ഉപമാനം, ഉപമേയം, ഉപമാവാചകം എന്നിവയുണ്ട്. സാധാരണ ധർമ്മം ഇല്ല. എങ്കിലും മുല്ലപ്പൂ പോലത്തെ വെളുത്ത നിലാവ് എന്ന വാക്യാർത്ഥം തെളിഞ്ഞു കിട്ടും. തൂശനില മുറിച്ച് വെച്ച് തുമ്പപ്പൂ ചോറ് വിളമ്പുന്നത് ചോറ് മാത്രമല്ല, ലുപ്തോപമയും ആണ്. സന്ദർഭോചിതമായി സൗന്ദര്യം വ്യഞ്ജിപ്പിക്കാൻ ഈ സാധ്യത കവികളെ സഹായിക്കുന്നു. അതായത് അസാന്നിധ്യങ്ങൾ പലപ്പോഴും അപ്രതീക്ഷിതമായ സൗന്ദര്യമുണ്ടാക്കും എന്നർത്ഥം. കാറ്റ് വന്നു കള്ളനെപ്പോലെ, കാട്ടുമുല്ലയ്ക്ക് ഒരു ഉമ്മ കൊടുത്തു കാമുകനെപ്പോലെ എന്ന സിനിമാ ഗാനം നോക്കുക. ഇവിടെ സാധാരണ ധർമ്മമില്ല. കാറ്റ് പതുങ്ങി വന്നു എന്ന് പറഞ്ഞാലേ സാങ്കേതികമായി ഉപമ പൂർണ്ണമാവുന്നുള്ളൂ. പക്ഷെ അത് പറയാതെ തന്നെ പതുങ്ങി വന്നു എന്ന പ്രതീതി ഉണ്ടാക്കാൻ രചയിതാവിന് കഴിഞ്ഞിരിക്കുന്നു. കള്ളന്മാർ പതുങ്ങി വരികയാണല്ലോ പതിവ്. ആധുനിക കവിത അലങ്കാര പ്രയോഗത്തിൽ പ്രാചീനർ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളെ അത്രയ്ക്കങ്ങ് വകവെച്ചിട്ടില്ല. കാലം മാറുമ്പോൾ വായനാ സമൂഹത്തിൻ്റെ ഭാവുകത്വവും മാറും. ഇതിനനുസരിച്ച് എഴുത്തുകാർക്ക് തങ്ങളുടെ ആഖ്യാന തന്ത്രങ്ങളെയും മാറ്റേണ്ടി വരും. അപ്പോൾ ശൈലികളിലും അലങ്കാരങ്ങളിലുമെല്ലാം നവീകരണം വേണ്ടിവരും. അതുകൊണ്ടാണ് ക്ലോറോഫോം കൊടുത്ത് മയക്കിക്കിടത്തിയ രോഗിയെപ്പോലെയാണ് സന്ധ്യ എന്ന് കക്കാട് എഴുതിയത്. ചിത്തങ്ങൾ ചുട്ടുതിന്നാടുന്ന ചിതകളുടെ ചിരി പോലെ ചിതറിയ വെളിച്ചം അമറുന്നു. അഗസ്ത്യഹൃദയത്തിലെ വരികൾ. ചിതകളുടെ ചിരി പോലെ, സാന്ത്വനം പോലെ ഹിമം മുറ്റി നിൽക്കും തമസിലൂടെ എന്നിലേക്ക്. ധ്യാനം. ഒവിയുഷ. അറ്റുപോയ തലയ്ക്ക് നേരെ ഇഴയുന്ന ജഡം പോലെ അസ്തമിക്കുന്ന സന്ധ്യ. ശാന്തയിൽ കടമനിട്ട. മലയാളം തെളിയുകയായി അത്ഭുതമെൻ വിരലേതോ നഗ്നതയിൽ തൊട്ടതുപോൽ മണലിളകും നെക്കിളിയാൽ ഉടലൊന്നു കുടഞ്ഞതുപോൽ. പട്ടാമ്പിപ്പുഴ മണലിൽ എന്ന കവിതയിൽ PP രാമചന്ദ്രൻ. ഇവിടെ പോലെ എന്നുള്ളത് പല വരികളിലും ആവർത്തിക്കുന്നു. ഇത് കാണുന്നിടത്തെല്ലാം ഉപമാലങ്കാരമുണ്ടെന്ന് തെറ്റിദ്ധരിക്കാനും പാടില്ല. തിര തോണിയെ മുക്കാൻ എന്ന പോലെ, പാഞ്ഞു വന്നു എന്നും കിന്നാരം പറയാനെന്ന പോലെ കാറ്റ് വന്നു എന്നും മറ്റും പറയുന്നിടത്ത് ഉപമയില്ല. അവിടെ വേണമെങ്കിൽ ഉൾപ്രേക്ഷയുടെ നേർത്ത സ്പർശമുണ്ട് എന്ന് പറയാം. മനുഷ്യൻ്റെ അടിസ്ഥാന ചോദനകളിൽ പെടുന്ന ഒന്നാണ് തൻ്റെ ഉപകരണങ്ങളെ മിനുക്കുക എന്നത്. മറ്റ് ഭൗതികോപകരണങ്ങളെ മിനുക്കാൻ വരയോ കുറിയോ ചായമോ ഉപയോഗിക്കുന്നവർ തങ്ങളുടെ ഭാഷയെ മിനുക്കാനും സമാനമായ തന്ത്രങ്ങൾ ഉപയോഗിക്കുകയായിരുന്നു എന്ന് വേണം കരുതാൻ. വരകൾക്കും കുറികൾക്കും വർണ്ണങ്ങൾക്കും പകരം ശൈലികളും താളങ്ങളും സാദൃശ്യ വൈസാദൃശ്യ സൂചനകളും ആയിരിക്കണം ഇവർ ഉപയോഗിച്ചു പോകുന്നത്.
വൈദിക സൂക്തങ്ങൾ മുതൽ കണ്ടുവരുന്ന ഭാഷയുടെ ഈ ഭംഗിപ്പെടുത്തൽ പറയുന്നതും അലങ്കരിക്കുന്നതിന് ആയിരത്താണ്ടുകളുടെ ചരിത്രമുണ്ട് എന്നാണ്. നമസ്കാരം.